പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോയമ്പത്തൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഉക്കടം തടാകത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് പുതിയ വീഡിയോയിൽ. ഈ തടാകം പെരിയകുളം എന്നും അറിയപ്പെടുന്നു. നഗരമധ്യത്തിൽ തന്നെ ആയതുകൊണ്ട് അധിക സമയം ഇവിടെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. 2010 കോയമ്പത്തൂർ കോർപ്പറേഷൻ തമിഴ്നാട് സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 90 വർഷത്തെ പാട്ടത്തിന് ഏറ്റെടുത്തതാണ് ഈ തടാകം. നെയ്യാർ നദിയിൽ നിന്നും ഉത്ഭവിക്കുന്ന കനാലുകളാണ് തടാകത്തിലേക്ക് വേണ്ട ജലം നൽകുന്നത്. തടാകത്തിന്റെ എൻട്രൻസിനോട് ചേർന്ന് സ്ക്രാപ്പുകൾ ഉപയോഗിച്ച് ചില രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തടാകത്തിൽ നിന്നും വീശുന്ന കാറ്റ് ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നതാണ്. ഇവിടുത്തെ പ്ലേ ഏരിയയിൽ വിരിച്ചിട്ടുള്ള ഈ കാർപ്പറ്റിൽ ചവിട്ടുന്ന സമയത്ത് ചെറുതായി ഒന്ന് ബൗൺസ് ആവുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. പ്ലേ ഏരിയയിലെല്ലാം തന്നെ കുട്ടികളുടെ തിരക്കാണ്. അധികമൊന്നുമില്ലെങ്കിലും അവർക്ക് കളിക്കാനായി അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും പുറത്ത് സ്ട്രീറ്റ് ഫുഡ് വിൽപ്പനക്കാരുടെ തിരക്കാണ്. ഈ തടാകത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിനായി അത്യാവശ്യം നല്ല ചാർജ് തന്നെ ഇവിടെ ഈടാക്കുന്നുണ്ട്. ഞങ്ങൾ അക്വാ സൈക്ലിംഗ് ആണ് തിരഞ്ഞെടുത്തത്. 2 പേർക്ക് മാത്രമായി യാത്ര ചെയ്യാനാകും എന്നതാണ് അതിന് കാരണം. ടിക്കറ്റ് എടുത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ അത് ചെക്ക് ചെയ്ത് വേണ്ട സ്ഥലത്തേക്ക് നമ്മളെ ആക്കി തരുവാൻ ഇവിടെ ഗൈഡുകളുണ്ട്. ലൈഫ് ജാക്കറ്റും വേണ്ട നിർദ്ദേശങ്ങളും നൽകി അവർ നമ്മളെ ബോട്ടിലേക്ക് ആക്കി തരും. പതിനഞ്ച് മിനിറ്റാണ് ബോട്ടിങ്ങിനായുള്ള സമയം. തടാകത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഈ യാത്ര. ഞങ്ങൾക്ക് ശേഷം ഒരുപാട് പേർ ബോട്ടിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കായി ചില പ്രത്യേകതരം ബോട്ടുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ഫോട്ടോ എടുക്കുന്നതിനായി ഒരു പ്രത്യേക ഏരിയ തന്നെ ഭംഗിയായി സജ്ജീകരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലെത്തുന്നവർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഉക്കടം ലേക്ക്. മനസ്സിന് ശാന്തതയും സന്തോഷവും നൽകുന്ന ഒരിടം തന്നെയാണിത്. ഈ തടാകത്തിന് മുൻപിലായി ഒരു ഉഗ്രൻ മന്തി സ്പോട്ട് ഉണ്ട്. പേർഷ്യൻ ഖുറേഷി മന്തി എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര്. കോയമ്പത്തൂരിലെ തന്നെ ഏറ്റവും നല്ലൊരു ഫുഡ് സ്പോട്ടാണിത്. കയറി ചെല്ലുമ്പോഴേ ഇവിടെ വന്നിട്ടുള്ളവരുടെ ഫീഡ്ബാക്ക് ആണ് ഒരു ചുമര് നിറയെ. ഓർഡർ ചെയ്ത് അധിക സമയം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഇവിടുത്തെ ഭക്ഷണത്തിന് അസാധ്യ രുചി തന്നെയായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് എഴുതാതെ പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്ര നല്ല സർവീസായിരുന്നു ഇവിടെ നിന്നും ലഭിച്ചത്. ഉക്കടം ലേക്ക് സന്ദർശിക്കുമ്പോൾ ഈ ഫുഡ് സ്പോട്ട് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.